ടോപ്പ് പ്ലസ് ചാനലിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. 5ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ലഭിക്കാൻ സഹായകമാകുന്ന പാഠഭാഗങ്ങളാണ് ഈ ചാനലിൽ വിവരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ 1ാം പാഠം വളരെ വിശദമായി എടുത്തു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തദ്രീബാത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. തദ്രീബാത്തിൽ 4 സെക്ഷനായിട്ടാണ് ഈ പാഠത്തിൽ തദ്രീബാത്ത് വന്നിട്ടുള്ളത്. ഒന്നാമത്തത് ഉത്തരം പറയുക എന്നുള്ളതാണ്. ശർഈയായ വിധികൾ എത്ര? അപ്പോൾ നിങ്ങളതിന് ഉത്തരം എഴുതേണ്ടത് ശർഈയായ വിധികൾ 5 ആകുന്നു എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഹലാലിനുള്ള മറ്റു പേരുകൾ ഏതെല്ലാം? ഉത്തരം എഴുതേണ്ടത് ഹലാലിനുള്ള മറ്റു പേരുകൾ മുബാഹ്, ജായിസ് എന്നിവയാകുന്നു. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ആലോചിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ്. നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ ഏവ? അപ്പോൾ നിങ്ങളതിന് ഉത്തരം എഴുതേണ്ടത് ഞാൻ ഇന്ന് ളുഹർ നിസ്കരിച്ചു, അങ്ങനെ നിസ്കരിച്ചാൽ അങ്ങനെ എഴുതുക. അസ്ർ നിസ്കരിച്ചു, അങ്ങനെ ഫറളായ നിസ്കാരങ്ങളെ നിസ്കരിച്ചത് എഴുതിയാൽ മതി. നാലാമത്തത് സുന്നത്തിന് എത്ര പേരുകളുണ്ട് എന്നുള്ള ചോദ്യമാണ്. സുന്നത്തിന് എത്ര പേരുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എണ്ണം എഴുതണം. എത്ര? 4 പേരുകൾ ഉണ്ട് എന്ന് എഴുതുക. അഞ്ചാമത്തെ ചോദ്യം, ഫർള് എത്ര വിധമാകുന്നു? ഫർള് 2 വിധമാണ്. ഒന്ന് ഫർള് ഐന്, മറ്റൊന്ന് ഫർള് കിഫായ. അത് എഴുതണമെന്നില്ല. ഫർള് എത്ര വിധമാകുന്നു എന്ന ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഫർള് 2 വിധമാകുന്നു എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ സെക്ഷനാണ്. ഓരോ ഉദാഹരണം എഴുതുക. ഒന്നാമത്തത് ഫർള് ഐനാണ്. ഫർള് ഐനിന് ഉദാഹരണം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ നിസ്കാരം, നോമ്പ് ഒക്കെ എഴുതാം. ഓരോ ഉദാഹരണം അപ്പോൾ നിസ്കാരം എന്ന് എഴുതിയാൽ മതി. രണ്ടാമത് ഫർള് കിഫായ, അപ്പോൾ മയ്യത്ത് നിസ്കാരം എന്നെഴുതാം. മൂന്നാമത്തത് മുസ്തഹബ്. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ ഉദാഹരണം എഴുതുമ്പോൾ സലാം പറയുക എന്നെഴുതുക. നാലാമത്തത് ജായിസ്. ജായിസായ കാര്യത്തിന് ഒരു ഉദാഹരണം എഴുതുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നെഴുതുക. 5 കറാഹത്ത്. കറാഹത്തിന് എന്താണ് ഉദാഹരണം എഴുതുക? വലത് ഭാഗത്തേക്ക് തുപ്പൽ, അങ്ങനെ അല്ലെങ്കിൽ പാഠഭാഗത്തിലുള്ള തല തുറന്നിട്ട് നമസ്കരിക്കൽ, അങ്ങനെ എഴുതാം. മൂന്നാമത്തത് വ്യക്തമാക്കാനാണ്. എന്തൊക്കെ വ്യക്തമാക്കണം? ഒന്ന് വാജിബ്. വാജിബ് എന്നാൽ എന്ത് എന്ന് നിങ്ങൾ എഴുതുക. ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളതാണ് വാജിബ്. രണ്ടാമത്തത് കറാഹത്ത്. കറാഹത്ത് എന്നാൽ എന്താണ്? ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. മൂന്നാമത്തത് സുന്നത്താണ്. സുന്നത്തിൻ്റെ നിർവചനം എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു. അങ്ങനെ അതിൻ്റെ 3 നിർവചനം എഴുതിയാൽ മതി. നാലാമത്തെ സെക്ഷൻ യോജിച്ച കള്ളിയിൽ എഴുതുക എന്നതാണ്. ബ്രാക്കറ്റിൽ എന്തൊക്കെ ഉണ്ട്? സക്കാത്തുണ്ട്, പെരുന്നാൾ നിസ്കാരമുണ്ട്, കളവ് പറയൽ, നല്ല വസ്ത്രം ധരിക്കൽ, ഖുർആൻ ഓതൽ, വുളു ഇല്ലാതെ സുജൂദ് ചെയ്യൽ എന്നിങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കോളം നോക്കുമ്പോൾ ഒന്നാമത്തെ കോളം വാജിബാണ്. വാജിബിൻ്റെ നേരെ ആ ബ്രാക്കറ്റിൽ എന്താണ് എഴുതേണ്ടത്? നിർബന്ധമായ കാര്യങ്ങൾ. ഒന്ന് നിസ്കാരം എഴുതാം, പിന്നെ സക്കാത്ത് എഴുതാം. ഇതൊക്കെ വാജിബാണ്. രണ്ടാമത്തത് സുന്നത്താണ്. സുന്നത്തിൻ്റെ നേരെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഖുർആൻ ഓതൽ, അതുപോലെ പെരുന്നാൾ നിസ്കാരം, അത് രണ്ടും സുന്നത്തിന് നേരെ എഴുതാം. മൂന്നാമത്തത് ഹറാമാണ്. ഹറാമായ കാര്യം എന്താ? കളവ് പറയൽ, അത് ഹറാമാണ്, അതിന് നേരെ എഴുതാം. അതുപോലെ വുളു ഇല്ലാതെ സുജൂദ് ചെയ്യൽ, അതും ഹറാമായ കാര്യമാണ്. നാലാമത്തത് മുബാഹ്. മുബാഹിൻ്റെ നേരെ, അത് ഈ മുബാഹ് എന്നത് ജായിസിൻ്റെ മറ്റൊരു പേരാണ്, നമ്മൾ പഠിച്ചല്ലോ. അപ്പം മുബാഹിൻ്റെ നേരെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? നല്ല വസ്ത്രം ധരിക്കൽ, അതാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഈ 1ാം പാഠത്തിലെ തദ്രീബാത്ത് ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കുറച്ചുകൂടി ചോദ്യങ്ങൾ, ടോപ്പ് പ്ലസിലേക്ക് ആവശ്യമായ ചില ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിക്കാനും വിജയിക്കാനും ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.